السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. تعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചും പാലിച്ചും തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സ്നേഹസന്തോഷത്തിൻ്റെ ഈദുൽ ഫിത്തർ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഏവർക്കും സൗഹൃദത്തിൻ്റെ, നന്മയുടെ ഏറെ നല്ല ഒരു പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിൻ്റെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തി ധാരാളം ഇബാദത്തുകൾ നമ്മൾ നിർവഹിച്ചു. സകലമാന ശൈത്വാനീയത്തുകളോടും നമ്മൾ സമരം പ്രഖ്യാപിച്ചു. റമളാനിൻ്റെ എണ്ണം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ പൂർത്തിയാക്കി. ആ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം തന്നെ തക്ബീറുകൾ മുഴക്കി നമ്മൾ ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. തക്ബീറുകൾ നമ്മൾ മുഴക്കുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ റമളാനിന്റെ നോമ്പുകളുടെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുകയും അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹുവിനെ നിങ്ങൾ തക്ബീറുകൾ മുഴക്കി പ്രകീർത്തിക്കുകയും ചെയ്യുക. എന്തിനാണത്? അലാ മാ ഹദാകും, നിങ്ങളെ അല്ലാഹു തആല ഈ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നയിച്ചു എന്നതാണ് കാരണം, മറ്റൊരു കാരണവുമല്ല. അള്ളാഹു ഈ ഹിദായത്തിന്റെ വെളിച്ചം നൽകിയതിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ തക്ബീറുകൾ മുഴക്കുന്നത്. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, അള്ളാഹുവേ നീ തന്നെയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അള്ളാഹുവേ നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനക്കർഹനായി മറ്റൊരാളില്ല, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ, മഹാൻ, ഉന്നതൻ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
അല്ലാഹുവേ, നീയാണ് ഏറ്റവും മഹാനായവൻ, അതുകൊണ്ട് ഞാനിതാ നിന്നിൽ സർവസ്തുതികളും സമർപ്പിക്കുന്നു എന്ന് ഈ ലോകത്തെ മുഴുവൻ വിശ്വാസികളും പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനായിരുന്നു നമ്മുടെ നോമ്പ്? എന്തായിരുന്നു നമ്മൾ നോമ്പ് കൊണ്ട് നേടിയത്? പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യം ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാവുക, അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാവുക. അള്ളാഹു ഉണ്ട് എന്നറിയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറയുമ്പോൾ, അള്ളാഹുവിനോടുള്ള ഭയപ്പാടുകൾ മനസ്സിൽ നിറയുമ്പോൾ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മനസ്സിൽ നിറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ശിഫയും ഒരു കുളിരും ഒരു കുളിർമയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ തഖ്വ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയും. ആ തഖ്വ നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ശുക്റുള്ളവരായി മാറും എന്നതാണ് നമ്മൾ ഈ റമദാൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത്. നമ്മെ ഹിദായത്ത് നൽകി ഏറ്റവും നല്ല വ്യക്തികളാക്കി മാറ്റിയ റബ്ബിനെ അല്ലാഹു അക്ബർ മുഴക്കി നമ്മൾ പ്രകീർത്തിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറുകൾ ആ സന്തോഷത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്നേ ദിവസം മുഴക്കിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമാണ്. അതിനാൽ ഇന്ന് നമ്മൾ ഏറ്റവും നന്നായി സന്തോഷിക്കേണ്ടവരാണ്. മനസ്സിനും ശരീരത്തിനുമൊക്കെ ഉല്ലാസം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, നല്ല കാര്യങ്ങളിലും മുഴുകി നമുക്ക് ഇന്നത്തെ ഈദ് സുദിനത്തെ മനോഹരമാക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് കൂടിയാണ്. നമ്മൾ സന്തോഷിക്കുമ്പോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും സന്തോഷിക്കട്ടെ എന്നാണ് ദീനിന്റെ കാഴ്ചപ്പാട്. നമ്മൾക്കൊരു സന്തോഷമുണ്ടാകുമ്പോ, സുഖമുണ്ടാകുമ്പോ അത് നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി എന്ന സ്വാർത്ഥതയുടെ വക്താക്കൾ ദീനിന്റെ വക്താക്കളല്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരൊക്കെ അതുകൊണ്ട് സന്തോഷിക്കട്ടെ എന്നതാണ് ദീനിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇന്നത്തെ ദിവസം ഒരാളും നമ്മുടെ നാട്ടിൽ ഈദ് ആഘോഷിക്കുമ്പോൾ പട്ടിണി കിടക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത്. പട്ടിണി കിടക്കാതിരിക്കാൻ കൂടിയാണ് നമ്മളോട് ഫിത്ർ സക്കാത്ത് നൽകാൻ പറഞ്ഞത്. മനുഷ്യരെ പരിഗണിക്കലാണത്. മാനവികതയെ പരിപോഷിപ്പിക്കുന്ന സന്ദർഭങ്ങളെ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന സന്ദർഭങ്ങളാണ് യഥാർത്ഥത്തിൽ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, ആഘോഷമെന്ന് കേൾക്കുമ്പോഴേക്ക് സകല അതിർവരമ്പുകൾ ലംഘിക്കുകയും സകല ആഭാസങ്ങളും സ്വായത്തമാക്കുകയും ഡിജെയുടെ കാതടിപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് നിന്ന നിൽപ്പിൽ മണിക്കൂറുകളോളം തുള്ളി തുള്ളി തീർക്കലാണ് ആഘോഷമെന്ന് കരുതുന്ന ഒരു മഹാഭൂരിഭാഗം ജനസമൂഹം നമുക്കിടയിലുണ്ട്. അവർക്കിടയിലാണ് അതല്ല യഥാർത്ഥ ആഘോഷത്തിന്റെ മാനമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പങ്കുവെക്കലാണ് ആഘോഷമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. പങ്കിട്ടെടുക്കലാണ് ആനന്ദമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ചേർത്ത് പിടിക്കലാണ് ആഘോഷങ്ങളുടെ ആത്മാവെന്ന് നമ്മൾ ദീനിന്റെ സന്ദേശമായി അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ആർക്കാണ് അതിന് കഴിയുക? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാകുന്നവർക്ക് അത് സാധ്യമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നവർക്ക് ഞാൻ ഇപ്രകാരം പറഞ്ഞ കാര്യങ്ങളിൽ ഈദിനെ ആഘോഷിക്കാൻ കഴിയും. അപ്പോൾ മാത്രമാണ്, അങ്ങനെ നമ്മൾ ദീനിനെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീർ ധ്വനികൾക്ക് അർത്ഥമുണ്ടാകുന്നത്, ജീവനുണ്ടാകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഒരു റമദാൻ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്? വരുന്ന 11 മാസക്കാലത്തേക്കുള്ള ഊർജമാണ് നമ്മൾ നേടിയത്. നമ്മൾ നേടിയെടുത്ത തഖ്വ, നമ്മൾ പരിശീലിച്ച നന്മ അത് നിലനിർത്തുകയും തുടരുകയും ചെയ്യുക എന്നതാണ്. ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. സുമ്മ ഇസ്തഖാമൂ, അവൻ പഠിപ്പിച്ച പ്രകാരമുള്ള വഴിയിൽ നമ്മൾ ദിശ നിർണയിച്ച് ഇസ്തിഖാമത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണ്. അവർക്കാണ് എന്ത് ലഭിക്കുക? തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്തുകൾ അവരിലേക്ക് ഇറങ്ങി വരും. സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇറങ്ങി വരും. അല്ലാ തഖാഫു, ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. വലാ തഹ്സനു, നിങ്ങൾക്കൊരു സങ്കടത്തിന്റെയും ആവശ്യമില്ല. വബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, അല്ലാഹ് പറഞ്ഞ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാവും. അല്ലാഹു അവന്റെ വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഈ നന്മകൾ തുടരുക. ചില മനുഷ്യരുണ്ട് റമളാൻ തീർന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നതോടുകൂടി അതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ ഊർജവും തകർത്ത് തരിപ്പണമാക്കി കളയുന്നവർ, ഇതുവരെ അടക്കി വെച്ച എല്ലാ ആർത്തികളും ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്ന് കരുതി ആ ദീനിനെ നഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ സകലമാന തിന്മകളും രഹസ്യവും പരസ്യവുമായി വീണ്ടും ചെയ്യാൻ മുതിരുന്നവർ, എത്ര മോശമാണ് അവരുടെ സാഹചര്യമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. ആ സ്ത്രീ ഒരു നൂലുനൂറ്റ് കയർ വിരിച്ച് അത് ഏറ്റവും നല്ല ശക്തിയുള്ള കയറായി മാറ്റുമെന്നാണ്. എന്നിട്ട് നല്ല ബലമുള്ള കയറാക്കി മാറ്റിയതിനു ശേഷം ആ സ്ത്രീ തന്നെ ആ കെട്ടുകളൊക്കെ അഴിച്ച് അതിന്റെ നൂലിഴകളൊക്കെ പിരിച്ച് അതൊക്കെ ദുർബലമാക്കി ഓരോ നൂലിഴകളാക്കി ഇല്ലാതാക്കി കളയുന്ന ഒരു സന്ദർഭത്തെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലാ തകൂനൂ കല്ലതീ നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ, അങ്ങനെ നൂൽ നോറ്റ് കയർ പിരിച്ച് ശക്തിപ്പെടുത്തിയതിനു ശേഷം വീണ്ടും പഴയ പോലെ ആക്കി തീർക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാകരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേടിയ തഖ്വ, നമ്മൾ നേടിയെടുത്ത ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഇനി മുതൽ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ മുനാഫിക്കുകളുമായി എന്ത് വ്യത്യാസമാണുള്ളത്? ആളുകൾ കാണുമ്പോ അള്ളാഹു പ്രത്യേകമായ നിയമങ്ങൾ വെക്കുമ്പോ ആളുകൾക്കിടയിൽ നമ്മൾ മാന്യന്മാരായി നടക്കുക, സ്വകാര്യതകളിൽ എത്തുമ്പോ അള്ളാഹു വെച്ച നിയന്ത്രണങ്ങൾ മറികടന്ന് നമ്മൾ സ്വാർത്ഥരാവുക, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിനെ പറ്റിക്കുന്നതിനേക്കാൾ വലിയ പാതകം മറ്റെന്തുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമ്മൾ ആലോചിക്കുക. ആസക്തികളുടെ, ലിബറൽ വാദങ്ങളുടെ, അധാർമികതകളുടെ, അരാജകത്വത്തിന്റെ അനിയന്ത്രിതമായ ലോകം നമ്മുടെ മുമ്പിൽ മലർക്ക തുറക്കപ്പെടുമ്പോ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം. ഇനിയുള്ള കാലം നമ്മൾ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. ദുനിയാവിന്റെ ആനന്ദങ്ങളിലേക്ക്, ദുനിയാവിന്റെ കെട്ടുപാടുകളിലേക്ക്, തിരക്കുകളിലേക്ക് നമ്മൾ വഴിമാറുമ്പോ, ഇത്തരത്തിലുള്ള തിന്മകൾക്ക് മുമ്പിലെത്തുമ്പോ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം. നമ്മൾ മുഴക്കുന്ന തക്ബീറുകൾക്ക് അപ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്, അർത്ഥമുണ്ടാകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഒരു പ്രകടനത്തിൽ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ ആകാശത്തിലേക്ക് ചില ഒച്ചപ്പാടുകൾ മാത്രമായി നമ്മുടെ തക്ബീറുകൾ മാറിപ്പോകും. അതിനല്ല ആ തക്ബീർ നമുക്ക് വേണ്ടി നിശ്ചയിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സകലമാന നേർവഴികളിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോ ആ ചങ്ങലക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് ഇബ്ലീസ് നമ്മിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ നേടിയ ഊർജം പ്രിയപ്പെട്ടവരെ നമുക്ക് തുണയാകണം. തക്ബീറുകൾ മുഴക്കി ഇബ്ലീസുമാർ സൃഷ്ടിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നമുക്ക് ആഞ്ഞടിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ തക്ബീറുകൾക്ക് കൂടുതൽ കൂടുതൽ ഉന്മേഷവും ആവേശവും ഉണ്ടാകുന്നത്. റമളാൻ കഴിയുമ്പോഴേക്ക് പുതിയ റിലീസായ സിനിമകൾക്ക് വരി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. നമ്മളതറിയുന്നുണ്ടാകും. നമ്മൾ ജാഗ്രത പാലിക്കുക. ടാഗ് ലൈനുകളൊക്കെ കാണുന്നുണ്ട്. റമളാൻ കഴിഞ്ഞു, തമ്പുരാനിൽ നിന്ന് എമ്പുരാനിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമെന്ന ടാഗ് ലൈൻ നമ്മുടെ രക്തം തിളപ്പിക്കുന്നുണ്ട്, നമ്മളെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. വർഗീയതയുടെയൊക്കെ വിഷം ചേർത്ത് പലപ്പോഴും നമ്മളെ തിന്മകളിലേക്ക് നയിക്കാനുള്ള ആവേശത്തിന്റെ ടാഗ് ലൈനുകൾ സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്കുകളിലും ട്വിറ്ററുകളിലും ഇൻസ്റ്റഗ്രാമുകളിലും ഒക്കെ സജീവമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ശൈത്താനിയത്തുകളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ ആഘോഷത്തിന്റെ മറവിൽ നമ്മുടെ ഈമാൻ അലിഞ്ഞില്ലാതാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. വർഗീയതയെയും വംശീയതയെയും ഒക്കെ തീവ്ര വിചാരധാരകളെയും ഒക്കെ നമ്മൾ പരസ്പര സ്നേഹത്തിന്റെ നൂലുകൊണ്ട് കോർത്തിണക്കുകയാണ് വേണ്ടത്. നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, മുസ്ലിം സമുദായത്തെ സ്നേഹിക്കുന്ന, ഈ നാട് നല്ലപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയും അതുപോലെ തന്നെ അന്തസ്സത്തെയും അതിന്റെ അഖണ്ഡതയും അതിലെ ഐക്യവും പരസ്പരമുള്ള പാരസ്പര്യത്തെയും ചേർത്തു നിൽക്കലുകളെയും ഒക്കെ ആഘോഷിക്കുന്ന വലിയൊരു സമൂഹം നമുക്കിടയിലുണ്ട്. വളരെ ന്യൂനപക്ഷമായ ആളുകൾ മാത്രമാണ് വർഗീയതയുടെ വിഷം ചീറ്റുന്നത്. അതുകൊണ്ട് പരസ്പര സ്നേഹത്തിന്റെ ഇടങ്ങളെ നമ്മളായി തകർക്കാതിരിക്കണം എന്നത് ഈ പെരുന്നാളിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞയാണ്. സാമ്രാജ്യത്വവും ഫാഷിസവും ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന കുഴപ്പങ്ങളിൽ, ഇസ്ലാമോഫോബിയയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന നിരവധി വിഷയങ്ങളിൽ നാമായിട്ട് വളവും നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മുതിർന്നവരോട്, എന്റെ രക്ഷിതാക്കളോട്,
മക്കളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് ഈ പെരുന്നാൾ സുദിനത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് നമ്മളോട് തന്നെ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളോട്, നമ്മുടെ ഇളം തലമുറയോട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. എന്താണ് ആ ഉത്തരവാദിത്തം? അവരെ ദീനീ പാതയിൽ നല്ല മനുഷ്യരാക്കി, നല്ല വ്യക്തികളാക്കി, സ്വർഗത്തിന്റെ അവകാശികളാക്കി, ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ആളുകളായി വളർത്തിയെടുക്കുക എന്നതാണ്. ഇതൊന്നും എന്റെ പണിയല്ല എന്ന് ചിന്തിക്കരുത്. നമുക്കത് വലിയ ഉത്തരവാദിത്തമുണ്ട്. കൈ കഴുകി കളയരുത്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, ഞാൻ നിസ്സഹായനാണ് എന്ന ഉത്തരങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ദുർബലതകളാണ് തെളിയിക്കുന്നത്. നമുക്കതിനുള്ള പദ്ധതികളും പ്ലാനുകളും രക്ഷിതാക്കളെ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മുടെ യൗവനം നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം നമ്മിലുണ്ടാകണം. ഈ രക്തത്തിന്റെ തിളപ്പിൽ, ഈ ചോരത്തിളപ്പിൽ എന്താഭാസവും തോന്നിവാസവും ചെയ്യുന്ന, അതിനുവേണ്ടി കൊടപിടിക്കുന്ന, അതിനുവേണ്ടി കൊടിപിടിക്കുന്ന ആളുകളാകാനല്ല നമ്മളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. ഈ ശക്തിയും കരുത്തും ഈ തിളക്കുന്ന യൗവനവുമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ആ ദീനീ മാർഗത്തിൽ സമർപ്പിക്കാനുള്ളതാണ് എന്ന ബോധം നമ്മിലുണ്ടാകണം. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ നമ്മൾ നന്മയിൽ നിരന്തരമായി മുന്നേറിക്കൊണ്ടിരിക്കുക. പുതിയ ലോകത്തെ ഒരുപാട് റോൾ മോഡലുകൾ നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരും. നല്ല വേഷം ധരിച്ച്, നല്ല സംസാരമുണ്ടായി, ഇതാണ് പുതിയ ലോകത്തിന്റെ, ഈ കാലത്തിന്റെ ആവശ്യമെന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ നമ്മളെ വഞ്ചിക്കുന്ന ഒരുപാട് റോൾ മോഡലുകൾ നമ്മിലേക്ക് കടന്നു വരും. നമ്മുടെ യുവാക്കളെ, നമ്മുടെ റോൾ മോഡലുകൾ ആരാണാകേണ്ടത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പഠിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പഠിക്കണം. സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ നമ്മൾ പഠിക്കണം. മുഹാജിറുകളും അൻസാറുകളും ഒക്കെ എങ്ങനെയാണ് അവരുടെ യൗവനം ദീനിന്റെ മാർഗത്തിൽ സമർപ്പിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. യൗവനം കൊണ്ട് സ്വർഗം നേടിയ, ചരിത്രപരമായി ഇസ്ലാമിക ചരിത്രത്തിലൂടെ കടന്നുപോയ നമ്മുടെ സഹാബാക്കളുടെ ധീര ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു പഠിക്കണം. യൗവനത്തിന് ഖുർആനിന്റെ മാതൃക നമുക്ക് പരിചയപ്പെടുത്തുന്നത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പ്രണയത്തിന്റെ, ലൈംഗികതയുടെ, അരാജകത്വത്തിന്റെ, തോന്നിവാസങ്ങളുടെ, വൃത്തികേടിന്റെ, വ്യഭിചാരത്തിന്റെ, കണ്ണും മനസ്സും കാതുമൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ജീർണതകളുടെ കുത്തൊഴുക്കുകൾ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ സ്ക്രീനുകളിലൂടെ, മൊബൈലുകളിലൂടെ, നാടുകളിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട്. ക്യാമ്പസുകളിലുണ്ട്, നമ്മൾ പഠിക്കുന്നിടത്തുണ്ട്, പ്രവർത്തിക്കുന്നിടത്തുണ്ട്, ജോലി ചെയ്യുന്നിടത്തുണ്ട്. അവിടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വർത്തമാനങ്ങൾ സമകാലിക പ്രസക്തമാണ്. എന്റെ റബ്ബേ, ഇവർ ക്ഷണിക്കുന്ന ഈ തോന്നിവാസങ്ങളിലേക്ക്, ഈ രസങ്ങളിലേക്ക് ഞാൻ വീണുപോകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ജയിലിൽ പോയി കാരാഗ്രഹത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ് റബ്ബേ എനിക്കിഷ്ടമെന്ന് പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം. ഞാൻ കുറെ ദീർഘിപ്പിക്കുന്നില്ല. യൗവനം തിളച്ചു മറിയുമ്പോ വലിയ കെണികൾ നമ്മുടെ മുമ്പിലേക്ക് വരും, അപകടങ്ങൾ വരും, തോന്നിവാസങ്ങൾ വരും, ലഹരിയുടെ വ്യാപനം നമുക്കറിയാം, അതിന്റെ വിതരണം നമുക്കറിയാം. നമ്മുടെ യൗവനത്തെയാണ് യുവാക്കളെ, യുവതികളെ ലക്ഷ്യം വെക്കുന്നത്. തിന്മകളൊക്കെ, ലഹരികളൊക്കെ, വേണ്ടാത്തരങ്ങളൊക്കെ നമ്മെ നന്നാക്കാനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നും നമ്മെ നന്നാക്കാനല്ല, നമ്മുടെ ദുനിയാവും ആഖിറവും നശിപ്പിക്കാനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മിപ്പിച്ചത്, ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് ഓർമ്മിപ്പിച്ചു. ശിർക്കിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിയതിന്റെ കൂടെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഹംറിനെ കുറിച്ച്, കള്ളിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച്, ബുദ്ധി നശിപ്പിക്കുന്ന മാരകമായ ഈ ലഹരിയെ കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിച്ചത്. അത് വളരെ ഗൗരവത്തിൽ തന്നെ ഒരു ഉമ്മത്തി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. അമലി ശൈത്താൻ എന്നാണ് വിശേഷിപ്പിച്ചത്. പൈശാചികമാണ്, മോശമാണ്, മ്ലേച്ഛമാണ്, നാശമാണ്. അത് നമ്മളെ നശിപ്പിക്കുമെന്നതിനാൽ അത് നമ്മിലേക്ക് വരാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി ഓർമ്മിപ്പിച്ചു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ഖംറും ലഹരി ഉണ്ടാക്കുന്നതാണ്, സകലമാന ലഹരി ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പ്രിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കെണിയിൽ വീഴാതിരിക്കണം. ഇതിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ സജീവമായി അണിനിരക്കേണ്ടത് നമ്മുടെ ദൗത്യവും, നമ്മുടെ ദീനിന്റെ ഭാഗവും, നമ്മുടെ ബാധ്യതയും, വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വതക്ക ജാരിയെ പോലെയുള്ള സ്വാലിഹായ അമലുമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ലഹരി നമ്മുടെ ദീൻ പൊളിക്കും, ദുനിയാവ് നശിപ്പിക്കും. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അടിയും ഇടിയും കൊലയും സകല തോന്നിവാസങ്ങളും ഇതിന്റെ പേരിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ, നമ്മൾ കേൾക്കുന്നില്ലേ? അത് നമ്മെ സാമൂഹ്യ വിരുദ്ധനാക്കും, അക്രമിയാക്കും, മാനസികമായി
മാരകമായ രോഗിയാക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അവസാനം നമ്മെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് സമകാലിക വർത്തമാനങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ വേൾഡ് നമ്മെ ലഹരി പോലെ അടിമപ്പെടുത്തുന്നത്. നമ്മൾ അതിനെയും കരുതിയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ കാലം നമ്മെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്, അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. നിങ്ങളൊന്നും ഇവിടെ ജീവിക്കാൻ അർഹരല്ല എന്ന വാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ മറ്റു നാടുകളിലേക്ക് പോകേണ്ടവരാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ട്. നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ ദീനിനെ, നമ്മുടെ ഇസ്ലാമിക വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയൊക്കെ കൊഞ്ഞനം കുത്തുന്നവരും പരിഹസിക്കുന്നവരും വികൃതമാക്കുന്നവരും ഒക്കെയുണ്ട്. നമ്മൾ നിരാശരാകേണ്ടതില്ല. ഏത് സന്ദർഭത്തിലും പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാനാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. നന്മയും നീതിയും ഒക്കെ പുലരുന്ന ഒരു നല്ല നാൾ വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ എന്നാണ് ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾ ഉയരങ്ങളിലെത്തും, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാരെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭയപ്പെടുത്തിയും ഭീതിപ്പെടുത്തിയും അങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ടവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഭീതിപ്പെടുത്തുമ്പോഴേക്ക്, ആരെങ്കിലും ഭയപ്പെടുത്തുമ്പോഴേക്ക് ഭയപ്പെടേണ്ടവരല്ല നമ്മൾ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതിനല്ല നമ്മൾ തക്ബീറുകൾ മുഴക്കിയത്, അതിനല്ല നമ്മൾ ഈ റമദാനിന്റെ ഈമാനിന്റെ ആവേശം കൊണ്ടത്. ദീൻ യഥാർത്ഥത്തിൽ പരിശീലിച്ചത് കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ കുനിഞ്ഞു നിൽക്കാനും, കീഴടങ്ങാൻ പറയുമ്പോൾ കീഴടങ്ങാനും, മാപ്പെഴുതി കൊടുക്കാൻ പറയുമ്പോൾ അത് ചെയ്യാനും, രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് എന്ന് നമ്മൾക്ക് നേരെ തിരിഞ്ഞു എന്ന് പരിഹസിക്കുന്നവരും ശൂനക്കിയവരുമൊന്നും നമ്മുടെ പൂർവികരായിരുന്നില്ല എന്നും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മാതൃകയല്ല എന്നും നെഞ്ചി വിരിച്ചു നിന്ന് പ്രതിസന്ധികളെയും പേമാരി പോലെ നമ്മിലേക്ക് പെയ്തു തീർക്കുന്ന മഴക്കാലത്തെ പോലും നമ്മൾ നെഞ്ചി വിരിച്ചു നിന്ന് നേരിടേണ്ടവരാണെന്ന പാഠം പകർന്നവരാണ് നമ്മുടെ പൂർവികർ. അവരാണ് ഈ രാജ്യത്തിന് രക്തം കൊടുത്തവർ. അവര് ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചവരാണ്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഉമ്മാക്കി കാട്ടി പേടിക്കുമ്പോഴേക്ക് തകർന്നു പോകാനുള്ളതല്ല നമ്മുടെ ദീനിന്റെ ആവേശം എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. റമദാനിൽ, ഓരോ റമദാനിലും ബദറിന്റെ പാഠങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് എന്തിനാണ് ഭയപ്പാട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ തവക്കുലാക്കി പോകുന്നവർക്ക്, നാളെ പരലോകം പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ഒരു പേടിയുടെയും ആവശ്യമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, ഒറ്റപ്പെടുത്തലുകളുടെ, എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളുടെ നടുക്കളത്തിൽ നിന്നുകൊണ്ടാണ് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മദീന പള്ളിയുടെ ഉള്ളിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ മദീന മാറും, ഈ നാട് മാറും, അറേബ്യയുടെ മണ്ണ് ഇസ്ലാമിനെ പുൽകും, ലോകം ഇത് സ്വീകരിക്കുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുകയാണ്. അത് കൺകുളിർക്കെ ഇന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഇന്ന് മദീനയിലേക്ക്, സഊദിയയിലേക്ക്, മക്കയിലേക്ക്, കഅബാലയത്തിലേക്ക് നോക്കുമ്പോ ചോർന്നൊലിക്കുന്ന റസൂലിന്റെ കാലത്തെ പഴയ മദീനയിൽ നിന്ന് മദീന എത്രമാത്രം മാറിയിട്ടുണ്ട് എന്ന്, കഅബാലയത്തിന്റെ പരിസരത്ത് നടക്കുന്ന തവാഫുകൾക്ക് എന്തൊരു ഊർജ്ജമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ തിരിച്ചറിയാൻ കഴിയും. ആ റസൂലിന്റെ അന്നത്തെ പ്രാർത്ഥനയുടെ അലയൊലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. മനസ്സുകളെ മാറ്റിമറിച്ചും ഇളക്കിമറിച്ചും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വാർത്തകളാണ് ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അബ്ദുള്ള അടിയാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സിനിമാ ലോകത്തും രാഷ്ട്രീയ രംഗത്തും വിരാജിച്ച മനുഷ്യനായിരുന്നു അയാൾ. പൂജാലാമയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സൗന്ദര്യത്തിന്റെ റാണിയായി, ഡാർജിലിംഗ് സുന്ദരിയായി, ഗായികയായി വിലസിയിരുന്ന ഒരാളായിരുന്നു അവർ. അതുപോലെ തന്നെ പഞ്ചാബിലെ സിയാൽകോട്ടിലെ ഉബൈദുള്ള സിന്ധിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മാധവിക്കുട്ടി, കേരളത്തിന്റെ ബഹുമാന്യായ സാഹിത്യകാരി മാധവിക്കുട്ടിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നൈജീരിയയിലെ ബുദ്ധിജീവി ആയിഷ ലെമുവും ക്രിസ്തീയ പണ്ഡിതനായിരുന്ന ഡോക്ടർ ജെഫ്രി ലാങ്ങും, അതുപോലെ തന്നെ അമേരിക്കയിലെ വലിയ കുറ്റവാളിയായി ജീവിച്ച പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബ്ദുൽ അസീസും ഡോക്ടർ ബിലാൽ ഫിലിപ്സും റജാ ഗരോഡിയും മോറിസ് ബുക്കായിയും ഇടിക്കുട്ടിലെ രാജകുമാരനായ മൈക്ക് ടൈസണും അതുപോലെ തന്നെ മനുഷ്യത്വം അന്വേഷിച്ച് അവസാനം ഇസ്ലാമിന്റെ തണിൽ എത്തിച്ചേർന്ന കാഷ്യസ് മുഹമ്മദ് ക്ലേയുമൊക്കെ ഈ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ അലയൊലികളിലൂടെ ദീനിന്റെ വെളിച്ചം കണ്ടവരാണ്. ലോകം ഇസ്ലാമിനെ സ്വീകരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് കേരളത്തിൽ കുറെ സഹോദരങ്ങൾ ഇതൊന്നും ഒരു ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ദീൻ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറെടുക്കുന്നത്. വിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഈ വെളിച്ചം ഒരിക്കലും കെട്ടുപോകില്ല. ഖുർആൻ അത് താക്കീത് നൽകിയിട്ടുണ്ട്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ എന്നാണ്. അല്ലാഹു ഈ
കാലാവകാശത്തെ പൂർത്തീകരിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ നന്മകൾ തുടരുക. ഖുർആൻ പാരായണം റമദാനിലേക്ക് മാത്രമാകരുത്, അതിന് തുടർച്ചകൾ ഉണ്ടാകണം. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങൾ റമദാനിലേക്ക് മാത്രമായി ഒതുക്കരുത്, തുടർച്ചകൾ ഉണ്ടാകണം. പ്രാർത്ഥനകൾ നമ്മൾ തുടരണം, സദഖകൾ നമ്മൾ തുടരണം, രാത്രി നമസ്കാരങ്ങൾ നമ്മൾ തുടരണം. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്നവരെ ഓർക്കാതെ നമ്മുടെ പെരുന്നാളുകൾ എങ്ങനെയാണ് പൂർത്തിയാവുക? ഫലസ്തീനിന്റെ തെരുവുകൾ, ലിബിയയുടെയും സിറിയയുടെയും സുഡാനിന്റെയും ഒക്കെ തെരുവുകൾ ചിതറിത്തെറിച്ച കുഞ്ഞുമക്കളുടെ മാംസങ്ങൾക്കിടയിൽ മക്കളെ തിരയുന്ന ഉമ്മമാർക്കിടയിലാണ് അവരുടെ പെരുന്നാൾ എന്നത് നമ്മൾ മറന്നുപോകരുത്. നമ്മുടെ രാജ്യത്ത് ബുൾഡോസർ രാജിലും പലതരത്തിലുമുള്ള പീഡനങ്ങൾ പേറുന്ന 10,000-കണക്കിന് മനുഷ്യർക്കിടയിലാണ് ഈ പെരുന്നാൾ സുദിനം എന്നത് നമ്മൾ മറന്നുപോകരുത്. അത്തറും മൈലാഞ്ചിയും ഒന്നുമില്ലാതെ രോഗങ്ങൾക്ക് നടുവിൽ മല്ലിടുന്ന 100-കണക്കിന് സഹോദരന്മാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്, ആശുപത്രികളിൽ കഴിയുന്നുണ്ട് എന്നത്, വീടുകളിൽ കഴിയുന്നുണ്ട് എന്നത് നമ്മൾ മറന്നുപോകരുത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളും ഈ തക്ബീറുകളും അള്ളാഹു തട്ടിക്കളയില്ല. നമുക്ക് ചെയ്യാനുള്ളത് തആവനു അലൽ ബിർരി വത്തഖ്വ എന്നതാണ്, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നതാണ്. പുതിയ കാലത്ത് കാലം മാറി ഒരുപാട് ആശയങ്ങളും പുതിയ പദ്ധതികളൊക്കെ നമ്മിലേക്ക് വരുമ്പോ നമ്മുടെ മഹലിന്റെ, നമ്മുടെ നാടിന്റെ, രാജ്യത്തിന്റെ, ദീനിന്റെ ഈ നന്മക്കും വളർച്ചയ്ക്കും വേണ്ടി നന്മയുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സഹകരിക്കണമെന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾക്ക് ഒരുമ വേണം, നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകണം. പരമാവധി ഒന്നിച്ചിരിക്കാനും ഒരുമയോടെ കൂടി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. അത് ഖുർആനിന്റെ താല്പര്യമാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കൂ, ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും കാര്യങ്ങൾ സമർപ്പിക്കൂ, നിങ്ങൾക്ക് ഒരുമയോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഖുർആൻ നമുക്ക് പറയുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം മൂടിക്കെട്ടിയ മനസ്സുകൾ ഉണ്ടാകരുത്, കൂട്ടിച്ചേർക്കാത്ത ബന്ധങ്ങൾ ഉണ്ടാകരുത്, ഇണങ്ങാത്ത ഒരു ഹൃദയവും ഉണ്ടാവരുത്. പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ നമ്മൾ എത്തണം, അവരുടെ വീടുകളിൽ നമ്മൾ സന്ദർശിക്കണം. പ്രിയപ്പെട്ടവരുടെ ഖബറുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ദാഹിച്ച് പള്ളിപ്പറമ്പുകളിൽ കാത്തിരിക്കുന്നുണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നോമ്പ്, സുന്നത്ത് നോമ്പ് വരുന്ന ദിവസങ്ങളിൽ ശവ്വാലിന്റെ 6 നോമ്പ് വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. സാധ്യമാകുന്നവരൊക്കെ അതെടുക്കണം. മൻ സോമ റമളാന സുമ്മ തബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ എന്നാണ്. ഈ 6 ദിവസത്തെ തുടർന്ന് വരുന്ന നോമ്പെടുത്തവർക്ക് ഒരു കാലം മുഴുവൻ, ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുത്തവന്റെ പ്രതിഫലമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാകും, എത്രയും പെട്ടെന്ന് നോമ്പ് നോറ്റുകൂട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ഒരിക്കലും അത് സാധ്യമല്ലാത്തവർ ഫിദിയ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. ഈദ് സുദിനത്തിൽ ഏറെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഈദ് സദഖ എന്ന് പറയുന്നത്, ഇന്നേ ദിവസത്തെ ദാനധർമ്മം എന്ന് പറയുന്നത്. അതും പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി നിർവഹിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. റമദാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പ്, ഞങ്ങളുടെ ആരാധനകൾ, ഇബാദത്തുകൾ, അമൽ സ്വാലിഹാത്തുകൾ, ഖിയാമുൽ ലൈൽ, തറാവീഹ്, ഞങ്ങളുടെ ഇഅ്തികാഫുകൾ, ഇഫ്താറുകൾ, എല്ലാ ദിക്റുകളും ദുആകളും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. പോരായ്മകൾ നീ പരിഹരിച്ച് ഞങ്ങൾക്ക് നീ റയ്യാൻ എന്ന കവാടം മലർക്കെ തുറന്നു തരുന്ന സാഹചര്യം നീ ഒരുക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. പഠനവും പരീക്ഷകളും ജോലിയും കച്ചവടവും കുടുംബജീവിതവും അല്ലാഹുവേ അതിലൊക്കെ നീ റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രാജ്യത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, വിവിധ കലാപങ്ങളിൽ ഷഹീദായവരുണ്ട്.
സഹായിച്ചവരുണ്ട്. നിരപരാധികളായി ജയിലിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. സമരമുഖത്ത് പോരാടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ നന്മ പ്രദാനം ചെയ്യണ റഹ്മാനെ, ധൈര്യവും സ്ഥൈര്യവും പ്രദാനം ചെയ്യണ റഹ്മാനെ, എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, റമദാനിലും ഈ പെരുന്നാൾ സുദിനത്തിലും ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പള്ളിക്കും മഹല്ലിനുമൊക്കെ വേണ്ടി സേവനം ചെയ്യുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് സഹായികളുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. ഇവിടെ ഈ ഈദ്ഗാഹിന് വേണ്ടി ഒരുപാട് ഉറക്കളച്ചവരുണ്ട്, ഒരുപാട് അധ്വാനിച്ചവരുണ്ട്. എല്ലാവരുടെയും നന്മകൾ നീ സ്വീകരിക്കണ റഹ്മാനെ. പോരായ്മകൾ പുറത്തു കൊടുത്ത് അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുമ്മ അൻത വലിയുനാ ഫിദ് ദുനിയാ വൽ ആഖിറ. തവഫനാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم رب الناس اذهب البأس اشفي أنت الشاف لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.